Hi all, welcome to the video. In this video, I will explain about type system and type checking. Actually, these two concepts it is related with the semantic analysis phase of the compiler. So, type compatibility is the compatibility checking is the main process of the semantic analysis phase of the compiler. That's why the type system and type checking are handled during semantic analysis phase. So a type system means it defines the rules for assigning types to variables, expressions, functions in a programming language. അത് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ടൈപ്സിനെ വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യാറുണ്ട്, എക്സ്പ്രഷൻസ് അതുപോലെ ഫങ്ഷൻസ് ഈ കേസിലൊക്കെ നമ്മൾ അസൈൻമെന്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പം എന്താണ് അത് ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്നുള്ളതാണ് ടൈപ്പ് സിസ്റ്റത്തിൻ്റെ അത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് we'll study about that languages are strongly typed languages. One example is Java. Java is a strongly typed language. ഈ ടൈപ്പ് സ്പെസിഫിക്കേഷനുമായിട്ട് വെച്ച് ജാവയ്ക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം അതൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടൈപ്പ് സിസ്റ്റം ഓഫ് ജാവയിലാണ്. ആൻഡ് ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഓൺ കമ്പാറ്റിബിൾ ഡാറ്റ ടൈപ്സ് ടു പ്രിവെന്റ് എറേഴ്സ്. ഇത് കമ്പാറ്റിബിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സുമായിട്ടല്ല ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നെങ്കിൽ അവിടെ എറേഴ്സ് ഒക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് സിസ്റ്റത്തിൻ്റെ റൂൾ സ്പെസിഫിക്കേഷൻ വഴി അത് എൻഷുർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഓൺ കമ്പാറ്റിബിൾ ടൈപ്സ് ടു പ്രിവെന്റ് എറേഴ്സ് ആണ്. ഇത് എറർ ഒക്കെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് കമ്പാറ്റിബിൾ ടൈപ്പിലാണെന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ടൈപ്പ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റാണ് ടൈപ്പ് ചെക്കിങ്. ടൈപ്പ് ചെക്കിങ് മീൻസ് ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് ഓപ്പറേഷൻസ് ആർ അപ്ലൈഡ് ടു കമ്പാറ്റിബിൾ ടൈപ്സ്. അതായത് കമ്പാറ്റിബിൾ ആയിട്ടുള്ള ടൈപ്സിലാണ് ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നതെന്നും ആൻഡ് ഇറ്റ് ക്യാൻ ബി പെർഫോംഡ് അറ്റ് കമ്പൈൽ ടൈം ഓർ റൺ ടൈം ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ചെക്കിങ് either compiler can perform at compilation time or static ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. Otherwise it can perform that type checking at the time of running the program, അല്ലെങ്കിൽ റൺ ടൈമിലോ അല്ലെ ഡൈനാമിക് ആയിട്ടോ ചെക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. So these are the two different concepts detailed in case of that semantic analysis phase of the compiler. And what is the purpose of type system? It helps to detect errors at compile time or run time. Either run time ലോ compile time ലോ ടൈപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് ടൈപ്പ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഇറ്റ് എൻഷ്യൂർസ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് സേഫ്റ്റി. അതായത് ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ഡാറ്റ മോഡിഫിക്കേഷൻസ് ഉണ്ടാകാണ്ട് ഡാറ്റനെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡാറ്റ ഇൻറ്റഗ്രിറ്റിയും അതുപോലെ തന്നെ ഡാറ്റയുടെ സേഫ്റ്റിയും ഇത് എൻഷുർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് കോഡ് ഒപ്റ്റിമൈസേഷൻ ബൈ കമ്പൈലേഴ്സ്. ഇത് കമ്പൈലേഴ്സ് പിന്നെ കോഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന സമയത്ത് അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും ഈ ടൈപ്പ് സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി വേരിയസ് പർപ്പസസ് ഓഫ് ടൈപ്പ് സിസ്റ്റം ഇൻ സെമാന്റിക് അനാലിസിസ് ഫേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടൈപ്പ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ പർപ്പസസ് ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. മെയിനായിട്ട് ഇതിൽ കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. അപ്പം അതിനകത്ത് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ ടൈപ്സ് ആൻഡ് ഡിക്ലറേഷൻസ് ആണ്. A type defines a set of values and the operations that can be performed on those values. അതായത് നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് വാട്ട് ആർ ദി വേരിയസ് ഡേറ്റാസ് ഓർ ടൈപ്സ് ഓഫ് ഡേറ്റ വി ക്യാൻ ഹാൻഡിൽ വിത്ത് ദാറ്റ് കറസ്പോണ്ടിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇനി അതുപോലെ തന്നെ ആ ഓരോ ഡേറ്റ ടൈപ്പിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. സോ എ ടൈപ്പ് മീൻസ് ഇറ്റ് ഡിഫൈൻസ് എ സെറ്റ് ഓഫ് വാല്യൂസ് and the operations that can be performed on the values ആണ് നമ്മൾ ടൈപ്പ് വഴി പഠിക്കാറുള്ളത്. And it is a fundamental concept in programming ensuring the correct handling of data within a program. ഇത് നമ്മൾ ഏറ്റവും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൻ്റെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ടൈപ്പ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ് ആക്ച്വലി പ്രോഗ്രാമിൽ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഡാറ്റ ഹാൻഡ്ലിംഗ് നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ടൈപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് പഠിക്കുന്ന വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. And a declaration in programming is the statement that defines variable, function or type and associates it with the type. അതായത് ഡിക്ലറേഷൻ നമുക്കറിയാം. ഒരു ഡാറ്റ ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് വേരിയബിൾസ് യൂസിങ് ദ ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് വേരിയബിൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ടൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ഇനി അതുപോലെ ഇറ്റ് അസോസിയേറ്റ് വിത്ത് എ ടൈപ്പ് ആയിരിക്കും. അതൊരു ടൈപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് സ്പെസിഫൈ ചെയ്യുക. ആൻഡ് ഇറ്റ് ടിപ്പിക്കലി സ്പെസിഫൈസ് ദ ടൈപ്പ്, ദ നെയിം ആൻഡ് ഓപ്ഷണലി ആൻഡ് ഇനിഷ്യൽ വാല്യൂ. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്ന് അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പറയും, പിന്നെ ആ വേരിയബിൾ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ നെയിം എന്താണെന്ന് പറയും,
പിന്നെ അതിന് എന്തെങ്കിലും ഇനിഷ്യൽ വാല്യൂ ഉണ്ടോ, വേരിയബിൾ ആണെങ്കിൽ അതിന് ഇനിഷ്യൽ വാല്യൂ ഉണ്ടോ എന്നുള്ളത് അത് ഓപ്ഷനിലാണ്, ഓപ്ഷനിലായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ടൈപ്പ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വാല്യൂസ് വി ക്യാൻ ഹാൻഡിൽ വിത്ത് ദാറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ വേരിയബിൾസോ ഫംഗ്ഷൻസോ ഒക്കെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് ഒക്കെ എങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡിക്ലറേഷൻ പാർട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. Then types play a crucial role in programming, and their applications can generally be grouped into two main categories: type checking and translation. ഇത് ഈ ടൈപ്പ് എന്നുള്ളത് പ്രോഗ്രാമിംഗിൽ ഏറ്റവും ക്രൂഷ്യൽ റോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റോൾ ഉള്ള ഒരു കോൺസെപ്റ്റാണ് ടൈപ്സ് എന്നുള്ളത്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് രണ്ട് കാറ്റഗറിയിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടൈപ്പ് ചെക്കിങ്, രണ്ടാമത് അതിൻ്റെ ട്രാൻസ്ലേഷനാണ്. ടൈപ്പ് ചെക്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് it is a process of ensuring that the operations and functions in a program are applied to compatible types. നമ്മൾ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഫംഗ്ഷൻസോ ഒക്കെ എന്തെങ്കിലും അപ്ലൈ ചെയ്യും, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് കമ്പാറ്റിബിൾ ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സുമായിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ടൈപ്പ് ചെക്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And it uses various logical rules to reason about how data types interact and ensures that the program behaves correctly either at compile time or runtime. നമുക്ക് ഇത് സെറ്റ് ഓഫ് ലോജിക്കൽ റൂൾസ് ആണ്. ആ ലോജിക്കൽ റൂൾസ് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പ്, ഹൗ ഡാറ്റ ടൈപ്സ് ഇൻട്രാക്ട് ആൻഡ് എൻഷുവേഴ്സ് ദാറ്റ് ദ പ്രോഗ്രാം ബിഹേവ്സ് കറക്റ്റ്ലി. അതായത് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ ആ പ്രോഗ്രാം എങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ലോജിക്കൽ റൂൾസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇൻ ട്രാൻസ്ലേഷൻ ആപ്ലിക്കേഷൻസ്, from the type of a variable or data structure, a compiler can determine the storage needed for the name during runtime ആണ്. അതായത് ട്രാൻസ്ലേഷൻ ആപ്ലിക്കേഷൻ, അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് കമ്പൈലർ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ ടൈമിൽ കമ്പൈലറിൻ്റെ ഒരു ടാസ്ക് ആണ്, ഇറ്റ് ഹാസ് ടു ഡിറ്റർമൈൻ ദ സ്റ്റോറേജ് നീഡഡ് ഫോർ ദ കറസ്പോണ്ടിങ് നെയിം ഡ്യൂറിങ് റൺ ടൈം. അതായത് ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പം എത്ര എമൗണ്ട് ഓഫ് മെമ്മറിയാണ് ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിളിന് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനൊക്കെ ആവശ്യമുള്ളത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്തത് ഡേറ്റ ടൈപ്പിനെ വെച്ചിട്ടാണ്. നമ്മൾ ഇൻറ്റ് എ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഇൻറ്റീജർ എന്ന ഡാറ്റ ടൈപ്പിനൊരു സൈസ് ഉണ്ട്. അപ്പം അത്രയും സൈസ് ഓഫ് അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് മെമ്മറി ആയിരിക്കും ആ എ എന്ന വേരിയബിളിന് വേണ്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്, സ്ട്രക്ചർ, യൂണിയൻ ഒക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പം അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എത്ര എമൗണ്ട് ആണ് മെമ്മറി അതിനു വേണ്ടി അസൈൻ ചെയ്യേണ്ടതെന്നുള്ളത് കമ്പൈലർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് റൺ ടൈമിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്പൈൽ ടൈമിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഡിറ്റർമിനേഷൻ നടത്തുന്നത്. അടുത്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു കോൺസെപ്റ്റാണ് ടൈപ്പ് എക്സ്പ്രഷൻസ്. In programming languages, type expressions describe the structure and composition of types. നമുക്കറിയാം, നമ്മളൊരു എക്സ്പ്രഷൻ ഫോം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പിന്നെ അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റേനെ നമ്മൾ കമ്പൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ എന്തായിരിക്കണം എന്നുള്ളതാണ് ടൈപ്പ് എക്സ്പ്രഷൻ വഴി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. A type expression is essentially a formal way of representing types which can either be a basic type അല്ലെങ്കിൽ ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ആയിരിക്കാം. പ്രിമിറ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ ബേസിക് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ, ക്യാർ, സ്ട്രിങ് എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ബേസിക് ടൈപ്പിൽ വരുന്നത്. ആൻഡ് ഓൾസോ എ ടൈപ്പ് ഫോംഡ് ബൈ അപ്ലൈയിങ് എ ടൈപ്പ് കൺസ്ട്രക്റ്റഡ് ടു അനദർ ടൈപ്പ് എക്സ്പ്രഷൻ. അതായത് നമ്മൾ ടൈപ്പ് ഡിറ്റർമിനേഷൻ നടത്താൻ വേണ്ടി ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. സോ ടൈപ്പ് കൺസ്ട്രക്റ്റഡ് ടു അനദർ ടൈപ്പ് എക്സ്പ്രഷൻ ആണ് ഈ ഒരു കേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഓരോ ടൈപ്പ് എക്സ്പ്രഷൻസിൻ്റെ അകത്തും ഈ പറഞ്ഞ ടൈപ്പ് കൺസ്ട്രക്ടർ യൂട്ടിലൈസ് ചെയ്ത ടൈപ്പ് ഏതാണെന്ന് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ടൈപ്പ് എക്സ്പ്രഷൻ, അതായത് ഒരു എക്സ്പ്രഷൻ്റെ ടൈപ്പ് എന്താണ്, അത് ചിലപ്പോൾ ഒരു ബേസിക് ടൈപ്പ് ആയിരിക്കാം, ചിലപ്പം ഒരു ടൈപ്പ് കൺസ്ട്രക്ടർ യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പം ബേസിക് ടൈപ്സ് എന്ന് പറയുമ്പം ബേസിക് ടൈപ്പ് ഇസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ ടൈപ്പ് ഡയറക്ട്ലി സപ്പോർട്ടഡ് ബൈ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇത് പ്രിമിറ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ ബേസിക് ടൈപ്പ് എന്ന് പറയുമ്പോൾ ആ ടൈപ്സിനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ബേസിക് ടൈപ്സ് ടിപ്പിക്കലി റെപ്രസെൻറ്റ് ഫണ്ടമെന്റൽ ഡാറ്റ ദാറ്റ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ഓർ യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഷൻസ് ആണ്. ഇത് ടിപ്പിക്കലി അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പാണ്, ഫണ്ടമെന്റൽ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റയുണ്ട്, ഡാറ്റേനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷനകത്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിനകത്ത് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് പോയിന്റ്, ക്യാരക്ടർ, ബൂളിയൻ, ഇതൊക്കെയാണ് നമ്മളെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, പ്രിമിറ്റീവ് ടൈപ്സ് അല്ലെങ്കിൽ ബേസിക് ടൈപ്പിൻ്റെ കാറ്റഗറിയിൽ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും വരുന്നത്. ഇനി ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. ആക്ച്വലി ടൈപ്പ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓപ്പറേറ്റർ ദാറ്റ് ടേക്സ് വൺ ഓർ മോർ ടൈപ്സ് ആസ് ഇൻപുട്ട് ആൻഡ് ക്രിയേറ്റ്സ് എ ന്യൂ മോർ കോംപ്ലക്സ് ടൈപ്പ് ആണ്.
അതായത് ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ഡാറ്റയെ ഇൻപുട്ട് ആയിട്ട് എടുത്ത് അതിൽ നിന്ന് ആ ഒരു എക്സ്പ്രഷൻ്റെ ടൈപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ചിലപ്പോൾ അതൊരു പുതിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയിരിക്കും അവിടുന്ന് ജനറേറ്റ് ചെയ്യുക. ആൻഡ് ദീസ് കൺസ്ട്രക്ടേഴ്സ് ക്യാൻ കമ്പൈൻ ബേസിക് ടൈപ്സ് ഓർ അതർ കൺസ്ട്രക്റ്റഡ് ടൈപ്സ് ഇൻ ടു മോർ എലാബറേറ്റ് ടൈപ്സ് ആണ്. ഒന്നില്ലെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ ബേസിക് ടൈപ്പിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അതർ കൺസ്ട്രക്റ്റഡ് ടൈപ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എലാബറേറ്റഡ് ടൈപ്സ് അവിടുന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതാണ് ടൈപ്പ് കൺസ്ട്രക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എക്സ്പ്രഷൻ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ഡാറ്റയെ കമ്പൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയെ കമ്പൈൻ ചെയ്യുമ്പം ആ ഒരു എക്സ്പ്രഷൻ്റെ ടൈപ്പ് എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ടൈപ്പ് കൺസ്ട്രക്ടർ. അപ്പോൾ കോമൺ ടൈപ്പ് കൺസ്ട്രക്ടറിൻ്റെ അകത്ത് വരുന്നത് ഒന്ന് അറേ കൺസ്ട്രക്ടർ ആണ്. ഇറ്റ് കമ്പൈൻസ് എ ടൈപ്പ് വിത്ത് ആൻ ഇൻറ്റീജർ ടു ക്രിയേറ്റ് ആൻ അറേ ഓഫ് ദാറ്റ് ടൈപ്പ് ആണ്. നമുക്കിപ്പോൾ ഒരു ഇൻറ്റീജർ അറേ ആണ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോർമുലായിട്ട് ഇൻറ്റ് ഓഫ് 5 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇൻറ്റ് ഓഫ് 5 പിന്നെ വേരിയബിൾ നെയിം കൂടെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്നത് ആൻ അറേ ഓഫ് 5 ഇൻറ്റീജേഴ്സ് എന്നാണ്. അതായത് നമ്മളൊരു ഇൻറ്റീജർ അറേ ഡിക്ലെയർ ചെയ്തു, ആ അറേയുടെ സൈസ് എത്രയാണ്? 5 ആണ്. അപ്പോൾ ടോട്ടൽ അതിൻ്റെ ഇപ്പം ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പം 5 ഇൻറ്റിജേഴ്സ് ഹോൾഡ് ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് മെമ്മറിയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, കമ്പൈലർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ആ ഹോൾഡ് ചെയ്യുന്ന ഓരോ നമ്പേഴ്സും ഇൻറ്റിജർ ആണ് എന്നുള്ള സ്പെസിഫിക്കേഷനാണ് ഈ ടൈപ്പ് കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് അതിന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് അറേ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കും. ഇനി ഫംഗ്ഷൻ കൺസ്ട്രക്ടർ കമ്പൈൻസ് 2 or more types to create a function type. അതായത് നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതലോ ടൈപ്സ് ഒരു ഫംഗ്ഷനകത്ത് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഇൻറ്റ് ടു ഫ്ലോട്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഇൻറ്റീജർ വാല്യൂസിനെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു, എന്നിട്ട് നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് റിട്ടേൺ ആയിട്ട് എടുക്കുന്ന കേസുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ദാറ്റ് ടേക്സ് ആൻ ഇൻറ്റ് ആസ് ഇൻപുട്ട് ആൻഡ് റിട്ടേൺസ് എ ഫ്ലോട്ട് എന്നുള്ളൊരു കേസ് വരാം. പിന്നെയുള്ളത് പോയിന്റർ കൺസ്ട്രക്ടർ ആണ്. ഇറ്റ് ക്രിയേറ്റ്സ് എ പോയിന്റർ ടു അനദർ ടൈപ്പ് ആണ്. അതായത് നമ്മൾ പോയിന്റേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നു, എന്നിട്ട് അത് ഏത് ഇതിനെയാണ് പോയിന്റ് ചെയ്യുന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സോ ഹിയർ ഇൻറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എ പോയിന്റർ ടു ആൻ ഇൻറ്റിജർ എന്നുള്ളതാണ്. ഇനി ഫ്ലോട്ട് സ്റ്റാർ എന്ന് കൊടുത്താൽ എ പോയിന്റർ ടു എ ഫ്ലോട്ടിംഗ് പോയിന്റ് ലൊക്കേഷൻ എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത റെക്കോർഡ് ഓർ സ്ട്രക്ട് കൺസ്ട്രക്ടർ ആണ്. അതിനകത്ത് ഇറ്റ് കമ്പൈൻസ് മൾട്ടിപ്പിൾ ടൈപ്സ് ഇൻ ടു എ റെക്കോർഡ് അല്ലെങ്കിൽ സ്ട്രക്ചർ ആണ്. നമ്മളിപ്പം ക്ലാസ്, സ്ട്രക്ചർ, യൂണിയൻ, റെക്കോർഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ഡാറ്റ ടൈപ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന റെക്കോർഡ്, സ്ട്രക്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പം ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത് സ്ട്രക്ട്, ആ സ്ട്രക്റ്റിനുള്ളിൽ കൊടുത്ത് ഇൻഡെക്സ്, ഫ്ലോട്ട്, വൈ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനകത്തൊരു ഇൻറ്റീജർ ഡാറ്റയും ഉണ്ട്, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റയും ഉണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയെ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഫൈനലി അതിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെക്കോർഡ് കൺസ്ട്രക്ടർ അല്ലെങ്കിൽ സ്ട്രക്ട് കൺസ്ട്രക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. These are the common type constructors to determine the type of that expression. Then next ഒരു ടോപ്പിക്കാണ് ടൈപ്പ് എക്വിവലൻസ്. ഈ ടൈപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ടൈപ്പ് എക്വിവലൻസ്. Type checking rules are of the form: if two type expressions are equal, then return a certain type, else return an error ആണ്. നമുക്കറിയാം ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കമ്പാറ്റബിൾ ടൈപ്സ് ആണെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ പെർഫോം ചെയ്യുള്ളൂ. ഇല്ല എങ്കിൽ ആ കമ്പാറ്റബിൾ ടൈപ്പ് അല്ല എങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ആൻ എറർ മെസ്സേജ് ആയിരിക്കും. അപ്പം ഇഫ് ടു ടൈപ്പ് എക്സ്പ്രഷൻസ് ആർ ഈക്വൽ ദെൻ ഇറ്റ് വിൽ റിട്ടേൺ എ സർട്ടൻ ടൈപ്പ്. അതായത് രണ്ട് ടൈപ്പ് എക്സ്പ്രഷൻസ് എടുത്തു, ആ ടൈപ്പ് എക്സ്പ്രഷൻസ് ഈക്വൽ ആണെങ്കിൽ മാത്രമായിരിക്കും അതിൻ്റെ റിസൾട്ട് ജനറേറ്റ് ചെയ്യുക, അല്ല എങ്കിൽ എറർ ആയിരിക്കും വരിക. So when similar names are used for type expressions and other subsequent type expression, ambiguities arise. നമ്മൾ സിമിലർ നെയിംസ് ചിലപ്പം ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ള സിമിലർ നെയിംസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻഡി എ, ഫ്ലോട്ട് എ എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് പ്ലേസസ് നമ്മൾ യൂസ് ചെയ്യും. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളവിടെ ഓൾറെഡി ഡിഫൈൻഡ്, ദ വേരിയബിൾ ഓൾറെഡി ഡിഫൈൻഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജസ് കിട്ടാം. അപ്പോൾ സിമിലർ നെയിംസ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അംബിഗിറ്റി അറൈസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. And the problem is whether a name in a type expression stands for itself or whether it is an abbreviation for another type expression. അതായത് ഇവിടുത്തെ പ്രോബ്ലം അംബിഗിറ്റി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒന്ന് ആ നെയിം ഈ ഒരു ടൈപ്പ് എക്സ്പ്രഷന് വേണ്ടിയാണോ സ്റ്റാൻഡ് ചെയ്യുന്നത്, അതോ വേറൊരു ടൈപ്പ് എക്സ്പ്രഷൻ്റെ അബ്രിവേഷൻ ഫോം ആണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അവിടെ ഓക്കർ ചെയ്യുക. Then when a type expressions are represented by graphs, two types are structurally equivalent if and only if either of the condition is true ആണ്. അതായത് ടൈപ്പ് എക്സ്പ്രഷൻസ് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പം രണ്ട് ടൈപ്പ് സ്ട്രക്ചറലി എക്വിവലൻ്റ് ആണെന്ന് എൻഷുർ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് താഴെ പറഞ്ഞിരുന്ന ഏതെങ്കിലും രണ്ട് കണ്ടീഷൻസ്, ഏതർ ഓഫ് ദ കണ്ടീഷൻസ്
മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ്. ഫസ്റ്റ് വൺ, they have the same basic type. മൂന്നെണ്ണം ഉണ്ട്. They have the same basic type. രണ്ടെണ്ണത്തിനും same basic type ആയിരിക്കണം. They are formed by applying the same constructor to structurally equivalent types. അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അറേ കൺസ്ട്രക്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അറേ ആയിരിക്കണം രണ്ടെണ്ണത്തിനും യൂസ് ചെയ്യേണ്ടത്. ഇനി ഫംഗ്ഷൻ കൺസ്ട്രക്ടർ ആണെങ്കിൽ ഫംഗ്ഷൻ കൺസ്ട്രക്ടർ ആയിരിക്കണം രണ്ടെണ്ണത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് സെയിം കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് equivalent type ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ സ്ട്രക്ചറലി equivalent ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. One is a type name that denotes the other. അതായത് ഒരു ടൈപ്പ് നെയിം ആണ് അതർ നെയിം ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ സ്ട്രക്ചറലി എക്വിവലന്റ് എന്ന് പറയാൻ പറ്റും. സോ ഇഫ് വി ട്രീറ്റ് ടൈപ്പ് നെയിംസ് ആർ സ്റ്റാൻഡിംഗ് ഫോർ ദംസെൽഫ് ദെൻ ദ ഫസ്റ്റ് ടു കണ്ടീഷൻസ് ഇൻ ദ ഡെഫിനിഷൻ അബോവ് ലീഡ് ടു ദ നെയിം എക്വിവലൻസ് ഓഫ് ടൈപ്പ് എക്സ്പ്രഷൻസ് ആണ്. ഇതിനകത്ത് ആദ്യത്തെ രണ്ട് കേസസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതായത് നെയിം ആയിരിക്കും ടൈപ്പ് എക്വിവലൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് ഡിറ്റർമിനേഷന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ രണ്ട് ഡെഫിനേഷൻ ടു കണ്ടീഷൻസ് ഇൻ ദ ഡെഫിനേഷൻ അബോവ് ലീഡ് ടു ദ നെയിം എക്വിവലൻസ് ഓഫ് ടൈപ്പ് എക്സ്പ്രഷൻ. അതായത് ടൈപ്പ് എക്സ്പ്രഷൻ്റെ നെയിം എക്വിവലൻസ് ആയിരിക്കും അവിടെ എൻഷുർ ചെയ്യാൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതാണ് ടൈപ്പ് എക്വിവലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് എക്സ്പ്രഷൻ തന്നു, അതിൻ്റെ ടൈപ്പ് ഈക്വൽ ആണോ അല്ലെങ്കിൽ കമ്പാറ്റിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ടൈപ്പ് എക്വിവലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡിക്ലറേഷൻസ് ആണ്. നമുക്കറിയാം ഡിക്ലറേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻ കമ്പൈലർ ഡിസൈൻ എ ഡിക്ലറേഷൻ സ്പെസിഫൈസ് എ നെയിം ആൻഡ് എ ടൈപ്പ് ഓഫ് എ വേരിയബിൾ ഫംഗ്ഷൻ ഓർ ഡാറ്റ സ്ട്രക്ചർ ബിഫോർ ഇറ്റ് ഈസ് യൂസ്ഡ് ആണ്. അതായത് നിങ്ങൾക്കൊരു ഫംഗ്ഷനോ ഒരു വേരിയബിളോ അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചറോ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പൈലറിൻ്റെ ഇതനുസരിച്ച് അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ പ്രയോറായിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നുണ്ട്. സോ ദ ഡിക്ലറേഷൻ ഹെൽപ്സ് ദ കമ്പൈലർ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മെമ്മറി ഷുഡ് ബി അലോക്കേറ്റഡ് ആൻഡ് ഹൗ ഓപ്പറേഷൻസ് ഷുഡ് ബി പെർഫോംഡ് ഓൺ വേരിയബിൾസ്. അത് ഈ പറഞ്ഞിരിക്കുന്ന ഡിക്ലറേഷൻ കൊണ്ട് കമ്പൈലർ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഹൗ മെമ്മറി ഷുഡ് ബി അലോക്കേറ്റഡ്. ഇപ്പോൾ ഒരു ഇൻറ്റീജർ വേരിയബിൾ ആണെങ്കിൽ അതിന് എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, അത് കണ്ടിന്യൂസ് വേണം. ഇപ്പം ഇൻറ്റീജർ അറേ ആണെങ്കിൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ വേണം. ഇപ്പോൾ ഇൻറ്റീജർ വേരിയബിൾ ആണെങ്കിൽ ഒരു 32 ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 32 ബിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതെങ്ങനെയായിരിക്കണം അലോക്കേറ്റ് ചെയ്യേണ്ടത് ആൻഡ് ഹൗ ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോംഡ് ഓൺ വേരിയബിൾസ്. അതിന് ഓപ്പറേഷൻസ് എങ്ങനെ പെർഫോം ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഡിക്ലറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിക്ലറേഷൻ വഴി കമ്പൈലർ മനസ്സിലാക്കുന്നത്. We study types and declarations using a simplified grammar that allows the declaration of only one name at a time. ഇത് ടൈപ്പ് ആൻഡ് ഡിക്ലറേഷൻ യൂസ് ചെയ്യുന്ന ഒരു സിംപ്ലിഫൈഡ് ഗ്രാമറിൻ്റെ കേസാണ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇറ്റ് അലൗസ് ദ ഡിക്ലറേഷൻ ഓഫ് ഓൺലി വൺ നെയിം അറ്റ് എ ടൈം ആണ്. നമ്മളിപ്പം ചിലപ്പോൾ പറയാം ഇൻഡ് എ കോമ ബി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പം ഇൻഡ് എ കോമ ബി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇൻറ്റിജർ ടൈപ്പിലുള്ള രണ്ട് വേരിയബിൾസ്. അപ്പം വൺ നെയിം അറ്റ് എ ടൈം ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചില കമ്പൈലർ ഒരു ലൈനിൽ ഒരു ഡിക്ലറേഷനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇൻഡ് എ കോമ ബി എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. ഇൻഡ് എ സെമിക്കോളൻ, ഇൻഡ് ബി അടുത്തത്, അങ്ങനെ ഓരോരോ ലൈൻസ് ആയിട്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അത് അങ്ങനെയുള്ളത് കേസും ഉണ്ട്. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഒരു സിമ്പിൾ ഗ്രാമർ ഡെഫിനിഷൻ ഫോർ ദ ഡിക്ലറേഷൻ ആണ്. അപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്നത് എന്താണ്, ഡിക്ലറേഷൻ എന്നാണ് നമ്മുടെ ഗ്രാമറിൻ്റെ പ്രൊഡക്ഷൻ ബോഡി ഹെഡെങ്കിൽ അതിനകത്ത് വരുന്ന ഒന്ന് ടൈപ്പ് പിന്നെ ഐഡൻറ്റിഫയർ ആണ്. സെമിക്കോളം വേണം എന്നുള്ളത് മസ്റ്റ് ആണ്. പിന്നെയുള്ളത് ടൈപ്പിൻ്റെ അകത്ത് വരുന്നത് ഏതൊക്കെയാണ്, ഇൻഡ് വരാം, ഫ്ലോട്ട് വരാം, ക്യാർ വരാം, ബൂളിയൻ വരാം, വോയിഡ് വരാം. പിന്നെ ഐഡൻറ്റിഫയർ എങ്ങനെയായിരിക്കണം, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫസ്റ്റ് വൺ ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്യാൻ വേണ്ടി പെർമിറ്റ് ചെയ്യാറുണ്ട്. ബട്ട് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫസ്റ്റ് വൺ ലെറ്റർ ആയിരിക്കണം എന്നുള്ളൊരു കമ്പൽസറി റൂളും ഉണ്ട്. അപ്പം ഇവിടെ ഞാനത് കൊടുത്തിരിക്കുന്നത് ലെറ്റർ ആയിരിക്കണം എന്നുള്ളൊരിതിലാണ്. അപ്പോൾ ലെറ്ററിന് ഫസ്റ്റ് ലെറ്റർ ആയി കഴിഞ്ഞാൽ അതിനുശേഷം ലെറ്റർ അല്ലെങ്കിൽ ഡിജിറ്റിൻ്റെ 0 or more occurrence ആണ് ലെറ്റർ ഓർ ഡിജിറ്റ് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ ഡിക്ലറേഷൻ കൺസിസ്റ്റ് ഓഫ് എ ടൈപ്പ് ഫോളോഡ് ബൈ ആൻ ഐഡൻറ്റിഫയർ ആൻഡ് എ സെമിക്കോളൻ ആണ്. ഇപ്പോൾ ഒരു ഡിക്ലറേഷൻ്റെ ഫോർമാറ്റ് എന്തായിരിക്കണം, ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം, ഐഡൻറ്റിഫയറിൻ്റെ നെയിം പറയണം, അതിനുശേഷം സെമിക്കോളൻ പറയണം. ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡ് ആകാം, ഫ്ലോട്ട് ആകാം, ക്യാർ ആകാം, ബൂളിയൻ ആകാം, വോയിഡ് ആകാം. ഇനി അതാണോ ഏതൊക്കെയാണോ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് അവിടെ മെൻഷൻ ചെയ്യും. ഇനി ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാകാം, അണ്ടർസ്കോർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഏതാണോ അതിനനുസരിച്ച് അവിടെ സ്പെസിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇപ്പം ലെറ്റർ ഓർ അണ്ടർസ്കോർ ആണെങ്കിൽ ലെറ്റർ ബാർ അണ്ടർസ്കോർ കൊടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനുശേഷം ലെറ്റർ ഓർ ഡിജിറ്റിൻ്റെ സ്റ്റാർ ഓക്കറൻസ് ആയിരിക്കും നമുക്ക് അവിടെ കൊടുക്കുന്നത്. അടുത്തത് ടൈപ്പ് ചെക്കിംഗ് ആണ്. ടൈപ്പ് ചെക്കിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് വെരിഫൈങ് ടൈപ്പ് കൺസിസ്റ്റൻസി ഇൻ എ പ്രോഗ്രാം ഡ്യൂറിങ് കമ്പൈലേഷൻ ആണ്. അതായത് ആ കമ്പൈലേഷൻ ടൈമിൽ പ്രോഗ്രാമിൻ്റെ കമ്പൈലേഷൻ ടൈമിൽ
ടൈപ്പ് കൺസിസ്റ്റൻസി വെരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടൈപ്പ് ചെക്കിംഗ്. ടൈപ്പ് ചെക്കിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് വെരിഫൈങ് ടൈപ്പ് കൺസിസ്റ്റൻസി ഇൻ എ പ്രോഗ്രാം ഡ്യൂറിങ് കമ്പൈലേഷൻ. It ensures that operations are performed on compatible data types, preventing type-related errors. അതായത് നമ്മളൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ കമ്പാറ്റബിൾ ഡാറ്റ ടൈപ്സിലാണെങ്കിൽ അവിടെ എറേഴ്സ് ഒന്നും ഒക്കർ ചെയ്യത്തില്ല. ബട്ട് കമ്പാറ്റബിൾ അല്ലാത്ത ഡാറ്റ ടൈപ്പിലാണ് ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ എറർ ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് എറർ ഫ്രീ ആകാൻ വേണ്ടിയാണ് ടൈപ്പ് ചെക്കിംഗ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ടൈപ്പ് ചെക്കിംഗ് എന്നൊരു പ്രോസസ്സ് കമ്പൈലർ പെർഫോം ചെയ്യുന്നത്. There are two different types of type checking ഉണ്ട്. Static type checking and dynamic type checking ആണ്. Static type checking ആണെങ്കിൽ it done at a compile time ആണ് and it prevents type errors before execution ആണ്. ഇത് ടൈപ്പിലുള്ള ടൈപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂഷന് ബിഫോർ, അതായത് പ്രോഗ്രാം എക്സിക്യൂഷന് മുൻപ് തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യുന്നു. And it is used in strongly typed languages like C, Java, Rust. ഈ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജസിലൊക്കെയാണ് സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിങ് യൂസ് ചെയ്യുന്നത്. കാരണം സിയും ജാവയും ഒക്കെ ഒരു സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ അതിലെപ്പോഴും സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിങ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഡൈനാമിക് ടൈപ്പ് ചെക്കിങ് ആണ്. ഇറ്റ് ഡൺ അറ്റ് റൺ ടൈം ആണ്. ഇറ്റ് ഇൻക്രീസസ് ഫ്ലെക്സിബിലിറ്റി ബട്ട് മേ കോസ് റൺ ടൈം എറേഴ്സ് ആണ്. നമുക്കറിയാം എക്സെപ്ഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ റൺ ടൈം എറർ ഒക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. And it is used in dynamically typed languages like Python, JavaScript ഇങ്ങനെയുള്ള ലാംഗ്വേജസിലാണ് ഈ ഡൈനാമിക് ടൈപ്പ് ചെക്കിംഗ് പെർഫോം ചെയ്യുന്നത്. These are the two different types of type checking. In a process it is performed in the compiler for various programming languages. Then ഒരു നമ്മളിപ്പോൾ പറയാം സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആ ലാംഗ്വേജിൻ്റെ ടൈപ്പ് സിസ്റ്റം ഒരു സൗണ്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് സിസ്റ്റം ആണെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ സൗണ്ട് ആയിട്ടുള്ള ഒരു ടൈപ്പ് സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ്. A sound type system eliminates the need for dynamic checking for type errors because it allows us to determine statically that these errors cannot occur when the target program runs. ഇത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ടൈപ്പ് സിസ്റ്റം വളരെ സ്ട്രോങ് ആണെങ്കിൽ ഇറ്റ് എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ ഡൈനാമിക് ടൈപ്പ് ചെക്കിംഗ് ഫോർ ടൈപ്പ് എറേഴ്സ് ആണ്. ഇത് ഡൈനാമിക് ആയിട്ടുള്ള ടൈപ്പ് ചെക്കിംഗ് എറേഴ്സ് അല്ലെങ്കിൽ ടൈപ്പ് ചെക്കിംഗ് അവിടെ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇറ്റ് അലൗസ് അസ് ടു ഡിറ്റർമൈൻ സ്റ്റാറ്റിക്കലി, അതായത് ആ ടൈപ്പ് ഓഫ് ദറ്റ് എക്സ്പ്രഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈപ്പ് കമ്പാറ്റബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് കമ്പൈൽ ടൈമിലായിരിക്കും. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അവിടെ ടൈപ്പ് എറേഴ്സ് ഒന്നും ഒക്കർ ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞ ജാവയുടെ കേസിലാണെങ്കിലും സിയുടെ കേസിലാണെങ്കിലും സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ അതിപ്പോഴും സ്റ്റാറ്റിക് ആയിട്ടുള്ള ടൈപ്പ് ചെക്കിംഗ് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. An implementation of a language is strongly typed if a compiler guarantees that the program it accepts will run without the type errors. അതായത് നമ്മൾ പിന്നെ ലാംഗ്വേജ് സ്ട്രോങ്ലി ടൈപ്ഡ് ആണെങ്കിൽ തന്നെ അവിടുത്തെ കമ്പൈലറിൻ്റെ ഗ്യാരണ്ടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഒരിക്കലും അവിടുന്ന് ടൈപ്പ് എറർ വരത്തില്ല. കമ്പൈലേഷൻ ടൈമിൽ മാത്രമായിരിക്കും അവിടെ ടൈപ്പ് എറർ ഒക്കർ ചെയ്യുക. ആൻഡ് ബിസൈഡ് ദിസ് ideas from type checking have been used to improve the security of system that allows software modules to be imported and exported. നമ്മൾ സോഫ്റ്റ്വെയർ മോഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്യൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സെക്യൂരിറ്റി പിന്നെ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജാവയുടെ കേസിൽ നിങ്ങൾക്കറിയാം ഏത് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാം ആണെങ്കിലും വേറൊരു പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ ബൈറ്റ് കോഡിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, ജാവയുടെ ഡാറ്റ ടൈപ്പ് അതിൻ്റെ സൈസ് ഫിക്സഡ് ആണ്, നമുക്കത് മാറ്റമില്ല. ഇത് പ്ലാറ്റ്ഫോം മാറുന്നതിന് സിസ്റ്റത്തിൻ്റെ പ്ലാറ്റ്ഫോം മാറുന്നതിനനുസരിച്ച് ജാവയുടെ ടൈപ്പ് സൈസ് മാറുന്നില്ല, അത് ഫിക്സഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇൻറ്റീജറിൻ്റെ തന്നെ 4 ടൈപ്സ് ഉണ്ട്: ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ലോങ്. ഇപ്പോൾ ബൈറ്റിൻ്റെ സൈസ് 8 ആണ്, ഷോർട്ടിൻ്റെ സൈസ് 16 ബിറ്റ്സ് ആണ്. ദെൻ ഇൻറ്റീജർ ആകുമ്പോൾ 32 ബിറ്റ് ആണ്, ലോങ് ആകുമ്പോൾ 64 ബിറ്റ് ആണ്. അത് ഫിക്സഡ് ആണ്. അത് ഇപ്പോൾ 32 ബിറ്റ് സിസ്റ്റം ആണെങ്കിലും 64 ബിറ്റ് സിസ്റ്റം ആണെങ്കിലും അത് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോർട്ടബിലിറ്റി അവിടെ എൻഷുർ ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ആർ ദ വേരിയസ് റൂൾസ് ഫോർ ടൈപ്പ് ചെക്കിംഗ്? ടൈപ്പ് ചെക്കിംഗ് ക്യാൻ ടേക്ക് ഓൺ 2 ഫോംസ് ആണ്: സിന്തസിസ് ആൻഡ് ഇൻഫറൻസ് ആണ്. അപ്പോൾ അതിനകത്ത് ടൈപ്പ് ചെക്കിംഗ് നമുക്ക് ഏതൊക്കെ രീതിയിൽ നടത്താമെന്നുള്ളതാണ്. സോ ടൈപ്പ് സിന്തസിസ് ബിൽഡ്സ് അപ്പ് ദ ടൈപ്പ് ഓഫ് ആൻ എക്സ്പ്രഷൻ ഫ്രം ദ ടൈപ്പ് ഓഫ് ഇറ്റ്സ് സബ് എക്സ്പ്രഷൻസ് ആണ്. ഒരു എക്സ്പ്രഷൻ്റെ ടൈപ്പ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ സബ് എക്സ്പ്രഷൻസിൻ്റെ ടൈപ്പ് ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക, എന്നിട്ട് ആ എക്സ്പ്രഷൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ കോംപ്ലക്സ് എക്സ്പ്രഷൻ്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് റിക്വയർസ് നെയിംസ് ടു ബി ഡിക്ലെയർഡ് ബിഫോർ ദേ ആർ യൂസ്ഡ് ആണ്. ഇതിങ്ങനെയുള്ള കേസസിൽ
നെയിംസ് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഡിക്ലെയർ ചെയ്യണമെന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു ഡാറ്റ ടൈപ്പ് വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മസ്റ്റ് ആയിട്ട് അതിനെ ഡിക്ലറേഷൻ സെക്ഷനിൽ ഡിക്ലെയർ ചെയ്തിരിക്കണം. അപ്പോൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും ഒരു നെയിം യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഡിക്ലറേഷൻ മസ്റ്റ് ആണ്. ഇനി ടൈപ്പ് ഓഫ് E1 പ്ലസ് E2 എന്ന് പറഞ്ഞ ആ ഒരു എക്സ്പ്രഷന്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇറ്റ് വാണ്ട് ടു ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് E1 ആൻഡ് E2 ആണ്. അതിനുശേഷമായിരിക്കും E1 പ്ലസ് E2ന്റെ ടൈപ്പ് എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക. ടൈപ്പ് ഇൻഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡിറ്റർമൈൻസ് ദ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് കൺസ്ട്രക്ട് ഫ്രം ദ വേ ഇറ്റ് ഈസ് യൂസ്ഡ് ആണ്. അതായത് ആ ലാംഗ്വേജിന്റെ ടൈപ്പ്, അതായത് ടൈപ്പ് ഓഫ് എ ലാംഗ്വേജ് കൺസ്ട്രക്ട്, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഓരോ കൺസ്ട്രക്ട്സിന്റെയും ടൈപ്പ് എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്തത് ഏത് വേ ആണ് അത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വേയിലാണ് അത് യൂസ് ചെയ്തിരിക്കുന്നതിന്റെ ബേസിസിലാണെങ്കിൽ അതിനെയാണ് ടൈപ്പ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ടൈപ്പ് സിന്തസിസ് ആണെങ്കിൽ സബ് എക്സ്പ്രഷനുള്ളിൽ നിന്നാണ്, സബ് എക്സ്പ്രഷന്റെ ടൈപ്പ് കണ്ടുപിടിച്ചാൽ ലാർജ് എക്സ്പ്രഷന്റെ ടൈപ്പ് എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇനി ഓരോ ലാംഗ്വേജ് കൺസ്ട്രക്ട്സിന്റെ ടൈപ്പ് ഡിറ്റർമിനേഷൻ നമുക്ക് നടത്തണമെങ്കിൽ അവിടെ നമ്മൾ ടൈപ്പ് ഇൻഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കേസിൽ നമ്മൾ ചെയ്യുന്നത് ഫ്രം ദ വേ ഇറ്റ് ഈസ് യൂസ്ഡ്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ടൈപ്പ് ഇൻഫറൻസ് ഈസ് നീഡഡ് ഫോർ ലാംഗ്വേജസ് ലൈക്ക് മെഷീൻ ലാംഗ്വേജസ് ആണ്, which check types but do not require names to be declared. അത് ഡാറ്റ ടൈപ്പ് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ഇറ്റ് ഡു നോട്ട് റിക്വയർ ദറ്റ് നെയിംസ് ടു ബി ഡിക്ലെയർഡ്. ഏത് നെയിമാണ് അവിടെ ഡിക്ലെയർ ചെയ്യുന്നുള്ളത് അവിടെ ആവശ്യമില്ല. അപ്പോൾ ടൈപ്പ് ഇൻഫറൻസ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജസ് ആണ്. ഇതാണ് റൂൾസ് ഫോർ ടൈപ്പ് ചെക്കിങ്ങിന് അണ്ടറിൽ വരുന്നത്. ഇനി ലാസ്റ്റ് ടോപ്പിക്ക് ടൈപ്പ് കൺവേർഷൻ ആണ്. ഇതും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും നമ്മൾ ചെയ്യുന്നതാണ് ടൈപ്പ് കൺവേർഷൻ. സോ ടൈപ്പ് കൺവേർഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ വാല്യൂ ഫ്രം വൺ ഡാറ്റ ടൈപ്പ് ടു അനദർ ആണ്. ടൈപ്പ് കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂനെ വേറൊരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ടൈപ്പ് കൺവേർഷൻ റൂൾസ് വേരി ഫ്രം ലാംഗ്വേജ് ടു ലാംഗ്വേജ് ആണ്. ഓരോ ലാംഗ്വേജിലും ഡിഫറെൻറ്റ് റൂൾസ് ആണ് ടൈപ്പ് കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ദ റൂൾസ് ഫോർ ജാവ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വൈഡനിങ് കൺവേർഷൻ which are intended to preserve information and narrowing conversion which can lose information ആണ്. ഇത് ജാവയുടെ കേസിലാണെങ്കിൽ ഇതിന്റെ റൂൾസ് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നത് വൈഡനിങ് കൺവേർഷൻ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ വിച്ച് ആർ ഇന്റൻഡഡ് ടു പ്രിസർവ് ഇൻഫർമേഷൻ, ഒരിക്കലും ഇൻഫർമേഷൻ ലോസ് ചെയ്യത്തില്ല, പ്രിസർവ് ചെയ്യും. ഇനി നാരോയിങ് കൺവേർഷൻ ഉണ്ട്, അത് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പെർഫോം ചെയ്യണം. വിച്ച് ക്യാൻ ലോസ് ഇൻഫർമേഷൻ, അത് ഇൻഫർമേഷൻ ലോസ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. ഇതാണ് ടൈപ്പ് കൺവേർഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് ഫിഗർ എ കാണിച്ചിരിക്കുന്നത് വൈഡനിങ് കൺവേർഷൻ ആണ്, അടുത്തത് നാരോയിങ് കൺവേർഷൻ ആണ്. വൈഡനിങ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബൈറ്റ് ഷോർട്ട് ഇൻറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം, ലോങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഡബിളിലേക്ക്. അപ്പോൾ ബൈറ്റ് വേണമെങ്കിൽ ഡബിളിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അവിടെ ഒരിക്കലും ബൈറ്റ് എന്നുള്ളതിന്റെ സൈസ്, ജാവയാണെങ്കിൽ ജാവയുടെ ബൈറ്റിന്റെ സൈസ് 8 ബിറ്റ് ആണ്, ഡബിളിന്റെ സൈസ് 64 ബിറ്റ് ആണ്. അപ്പം നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അത് ഇൻഫർമേഷൻ ലോസ് ചെയ്യത്തില്ല. ഇനി നാരോയിങ് കൺവേർഷന്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഡബിൾ ഫ്ലോട്ടിലേക്ക്, ഫ്ലോട്ട് ലോങ്ങിലേക്ക്, ലോങ് ഇൻറ്റിലേക്ക്, അങ്ങനെ സ്മോളർ സൈസിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നാരോയിങ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇത് വൈഡനിങ് കൺവേർഷൻ ഇംപ്ലിസിറ്റ് ആണ്. ജാവയുടെ കേസിലാണെങ്കിൽ ഇംപ്ലിസിറ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാം, ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നാരോയിങ് കൺവേർഷൻ ആണെങ്കിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ടൈപ്പ് കാസ്റ്റിംഗ് ഓപ്പറേഷൻസ് യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം വൈഡനിങ് കൺവേർഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ അല്ലെങ്കിൽ കൊയേഷൻ എന്ന് പറയാൻ പറ്റും. സോ ടൈപ്പ് കൺവേർഷൻ വേർ എ വാല്യൂ ഓഫ് വൺ ഡാറ്റ ടൈപ്പ് ഈസ് ഓട്ടോമാറ്റിക്കലി കൺവേർട്ടഡ് ടു അനദർ ഡാറ്റ ടൈപ്പ് ആണ്. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് സ്മോളർ ടൈപ്പ് ടു ലാർജർ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് വൈഡനിങ് കൺവേർഷൻ എന്ന് പറയുന്നത്. നാരോയിങ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഒക്കേഴ്സ് വെൻ യു കൺവേർട്ട് എ വാല്യൂ ഫ്രം ഡാറ്റ ടൈപ്പ് ദാറ്റ് ക്യാൻ ഹോൾഡ് എ വൈഡർ റേഞ്ച് ഓഫ് വാല്യൂസ് ടു എ ഡാറ്റ ടൈപ്പ് ദാറ്റ് ക്യാൻ ഹോൾഡ് എ സ്മോളർ റേഞ്ച് ഓഫ് വാല്യൂസ് ആണ്. ഇത് നമ്മൾ ലാർജർ ടൈപ്പിൽ നിന്ന് സ്മോളർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നാരോയിങ് കൺവേർഷൻ എന്നാണ് പറയുക. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ലോസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി. ഇത് ഡബിളിനെ നമ്മൾ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോസ് ഓഫ് ഇൻഫർമേഷൻ ഒക്കെ ചെയ്യും. And this process can potentially lead to loss of information because the target type might not be able to represent the full value of the source type. അപ്പം ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് കാസ്റ്റിംഗ്. എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ മെത്തേഡ്സ് ആണ്. അതിനുവേണ്ടി നമ്മൾ കാസ്റ്റിംഗ് എന്നുള്ളൊരു ഓപ്പറേഷൻസ് ആണ് പെർഫോം, കാസ്റ്റ് ഓപ്പറേറ്റർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ടൈപ്പ് സിസ്റ്റം ആൻഡ് ടൈപ്പ് ചെക്കിംഗ്. So thank you all. All are small topics ആണ്. അപ്പോൾ അത് വെറുതെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.